ഹലോ ഗായ്സ്, എൻ്റെ ഒരു ദിവസം കാണാം അല്ലേ. ഒരു ദിവസം തുടങ്ങുന്ന തന്നെ അടിപൊളി ഒരു നല്ല സ്ട്രോങ് ചായ എന്നാട്ടോ. അത് കുടിച്ചിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അങ്ങനെ മക്കളെ രണ്ടാളെയും മദ്രസിലൊക്കെ പറഞ്ഞയച്ചു. അവർക്ക് ചായ കൊടുത്ത് പറഞ്ഞയച്ചു. ഞാനും കാല് കുടിച്ചു. പിന്നെ ഇതാ ഓരോ പണികൾക്ക് ഇറങ്ങി കേട്ടോ. ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ട്, വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ദോശയും സാമ്പാറും ഒക്കെ അയച്ചു. അപ്പം ദോശ ഉപ്പും ഇതൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇതാ അരിഞ്ഞ് വെച്ച്, അതിൻ്റെ ഇടയിൽ കട്ടൻ വേണമല്ലോ, അതും നിർബന്ധമാണല്ലോ. അപ്പം അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കഴിയുന്നതും ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നതിനെക്കൂടെ അധികം ആൾക്കാരും വിറകൽ തന്നെ ആയിരിക്കും അല്ലേ, വിറകടുപ്പ് കത്തിക്കായിരിക്കും. അങ്ങനെ തന്നെയാണ് ഞാനും. വിറകൊക്കെ ഉണ്ടാക്കി ഞാനും വിറകടുപ്പ് തന്നെയാണ് ഇപ്പോൾ പരിപാടിയൊക്കെ അധികം. അപ്പോൾ പിന്നെ ചോറൊക്കെ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചോറ് വെള്ളം തിളച്ചപ്പോൾ അരിയിടാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സാമ്പാറിനുള്ള പണി നോക്കാൻ. അങ്ങനെ പാത്തു പിന്നെ കണക്കിന് ഫോണുമായിട്ട് പോകുന്നു. അപ്പോൾ അടുത്ത് ഓരോ വീഡിയോസാട്ടോ, കുറേ ജാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒക്കെ മേലെ കൊണ്ട് കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ സാമ്പാറിന് പരിപ്പ് വേണമല്ലോ, അപ്പോൾ പരിപ്പും വേവിക്കണം. അപ്പോൾ ചോറൊന്ന് തിളച്ചപ്പോൾ ചോറ് നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല, അതിനടുത്ത് തന്നെ വിറക് കത്തിക്കാത്തൊരടുപ്പുണ്ടാവില്ല, എന്താ ഇറടുപ്പ് എന്നൊക്കെ പറയട്ടെ, അങ്ങനെയുള്ള ഇവിടുത്തെ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ കിടന്ന് ചോറ് ചൂട് പോവുമല്ലോ അങ്ങോട്ട്, ചോറ് ഇതായിക്കോളും. അങ്ങനെ പരിപ്പ് വേവിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തുവിനോട് ഞാൻ പറഞ്ഞു അതൊക്കെ ഒന്ന് കൊണ്ടേ തോറിട്ട് വാന്ന്. അപ്പോൾ അതിന് ഓള് പോകുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു ചെറിയ വെക്കേഷനല്ലേ, പണികളൊക്കെ കൊടുക്കും കേട്ടോ ഞാൻ. അരിയാനുള്ളത്, ഉപ്പേരിക്കരിയാൻ, അങ്ങനത്തെ ഒക്കെ ചെറുതൊക്കെ ചെയ്തെന്നോളും, മൂടുണ്ടെങ്കിൽ കേട്ടോ. ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പിടിച്ച് പോവുകയും ചെയ്യും. അങ്ങനെ എന്താ അറിയില്ല, അന്നിപ്പം സാമ്പാറും ദോശയും തിന്നാന്ന് പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്ത് തരുന്നത്. അപ്പോൾ ഏകദേശം സാമ്പാറൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ വറുത്തരച്ച് വെക്കലില്ല, അതും ഞാൻ പൊടിയിട്ടിട്ടാണ് കേട്ടോ വെക്കൽ. വറുത്തരച്ച് വെക്കാൻ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല, പക്ഷെ വെച്ച് നോക്കണം. അപ്പോൾ ഞാൻ പൊടിയിട്ടിട്ട് വേഗം അത് സെറ്റാക്കി. അപ്പോൾ ഉച്ചക്കലേക്കും ചോറിനും ഉണ്ടാവുമല്ലോ, അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ അടുപ്പ് കത്തുന്നുണ്ടേനു. അപ്പോൾ വേഗം കേബേജ് ഉണ്ടായിരുന്നു, അതരിഞ്ഞ് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുമ്പോഴത്തേന് ഇവിടെ ദോശ ഗ്യാസ്മേലാണല്ലോ വെക്കുന്നത്, അപ്പം അതാക്കി കൊടുക്കാൻ വിചാരിച്ചു. ഗ്യാസ്മേൽ വേഗം ദോശ ഉണ്ടാക്കി. അപ്പോഴത്തേന് ഐഷു മദ്രസ വന്നിട്ടുണ്ടായിരുന്നു. പാത്തു നേരത്തെ വരും, പാത്തു 8 മണിയാകുമ്പോഴത്തേനും വരും, കാരണം അവർക്ക് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഐഷുവിന് 7:30 തുടങ്ങുള്ളൂ. അപ്പോൾ 9 മണി 9:30 ആവും ഐഷു എത്താൻ. അപ്പോൾ ഏകദേശം ആ ടൈം ആയിട്ടുണ്ട്. ഏകദേശം ആ ടൈം ആകുമ്പോഴത്തേന് തന്നെ എൻ്റെ ഒരുവിധം പണി കഴിയും കേട്ടോ. പിന്നെ ഇത് അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. പിന്നെ മീൻകുട്ടന്മാരൊക്കെ ഒന്ന് നോക്കി, അവർക്ക് ഫുഡ് ഇട്ട് കൊടുത്തു. അൽഹംദുലില്ലാഹ് മീൻ പാറ്റിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ അടുക്കളയത്തെ ഫുൾ ഡ്യൂട്ടിയും കഴിഞ്ഞു. കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ അടിച്ചു ആയിക്കോളാം പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ടാളാം, ഞാൻ തുടച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു കുറച്ച് പോയി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വന്ന് ചോറ് കഴിച്ചത്. അതുവരെ മക്കൾ കളിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ അടിപൊളി മഴ പെട്ടെന്ന് പെയ്തോട്ടെ മഴയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു കുറച്ച് നേരം കളിക്കട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. മഴ ഒന്ന് തോർന്നപ്പം കയറിയതാണ്. ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്രെഡും കോഴിമുട്ടയും കൂടി ആക്കി കൊടുക്കാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഐഷു എന്തൊക്കെയോ പറയുന്നു, ചിരിക്കുന്നു ഒക്കെ ഉണ്ട്. ഞാൻ പാത്തുവിനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം പാത്തു ഓടി. അങ്ങനെ ഇതാ ഞങ്ങൾ ബ്രെഡ് വഴറ്റിയതും നല്ല അടിപൊളി ചായയും ഒക്കെ കുടിക്കുകയാണ്. ഐഷു ചെയ്യുന്നത് കണ്ടെങ്കിൽ ബ്രെഡ് കോഴിമുട്ടയിൽ വഴറ്റിയതാണ്, അത് കൂടാണ്ട് ഓൾ ചായയിൽ കുത്തിയിട്ടാണ് കഴിക്കുന്നത്. അത് കണ്ട് ഓരോന്ന് പറഞ്ഞും ചിരിച്ചും ഇരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ ഏകദേശം ഒരു 7-7:30 ഒക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു മദ്രസയിലേക്ക് വായിക്കാണ്ട് അതെടുത്ത് വന്നു പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു.